നമസ്കാരം. ഞാൻ ശ്രീയ മിനീഷ്. ഞാനിന്ന് ഇവിടെ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മതിലുകൾ എന്ന നോവലിലെ ഒരു ഭാഗമാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. ആരാണ് അവിടെ ചൂളമടിക്കുന്നത്? ഞാനാ. പേരെന്താ? ബഷീർ. എളിയ തോതിലൊരു എഴുത്തുകാരനാണ്. 2.5 കൊല്ലത്തെ തടവ്. ഇപ്പോൾ ഞാനിവിടെ തനിച്ച. കൂട്ടുകാരെല്ലാം പോയി. പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. സുന്ദരമായ പേര്. വയസ്സ്? 22. സുന്ദരമായ വയസ്സ്. കഠിന തടവാണല്ലേ? അതെ, 14 കൊല്ലം. അപ്പോൾ കൊലക്കുറ്റമാണല്ലേ? വന്നിട്ട് ഒത്തിരി നാളായോ? ഒരു കൊല്ലമായി. ഹോ, എന്തൊരു ജീവിതം. നാരായണി, നമ്മൾ ഏതാണ്ട് ഒരുമിച്ചാണ് ഈ ജയിലിൽ വന്നത്. എനിക്കൊരു റോസാ ചെടി തരാമോ? നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ റോസാ ചെടി ഉണ്ടെന്ന്? ജയിലല്ലേ, എല്ലാം എല്ലാവർക്കും അറിയാം. ഇവിടെ ഒരു രഹസ്യവുമില്ല. എന്തേ ഒന്നും മിണ്ടാത്തത്? നാരായണി, ഈ ഭുവനത്തിലുള്ള എല്ലാ റോസാ ചെടികളും ഞാൻ നാരായണിക്കു തരും. ഒരു റോസാ ചെടി മതി. ഓ, എന്തൊരു ചോദ്യമാണിത്. നാരായണി അവിടെ തന്നെ നിൽക്കൂ. ഞാനില്ലേ, തരാം. എന്തെടെ ബടുക്കൂസുകളെ ഓടി മരത്തിൽ കയറുന്നത്? നാണമില്ലല്ലോ. ചുമ്മാ ഇവിടെയൊക്കെ ഓടിക്കളിക്ക്. നാരായണി, നാരായണി, ഞാൻ വിളിച്ചപ്പോൾ എവിടെയായിരുന്നു? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട്? ഞാനിവിടെ ഒളിച്ചു നിൽക്കുകയായിരുന്നു. കള്ളി. റോസാ ചെടി കൊണ്ടുവന്നോ? ബഷീറേ, ബഷീറേ, ബഷീറേ. എന്തേ? ദൈവത്തെയാണ് ഇത്ര സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ എന്നാണ് പറഞ്ഞത്. സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ ദൈവം എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നു. ദൈവം ആരുടെ മുന്നിലും പ്രത്യക്ഷപ്പെടില്ല. ദൈവം നമ്മുടെ അടുത്തുണ്ട്. പ്രപഞ്ചങ്ങളായ എല്ലാ പ്രപഞ്ചങ്ങളുടെയും വെളിച്ചം, ചൈതന്യം. നാരായണി, പ്രത്യക്ഷപ്പെടാനുള്ളയാൾ ഞാനല്ലേ? വിളിച്ചിട്ടെന്താ ഇത്രയും നേരം വിളി കേൾക്കാഞ്ഞത്? ഞാൻ ചുംബിക്കുകയായിരുന്നു. മതിലില്ലോ? അല്ല. പിന്നെ? ഓരോ പൂവിലും, ഓരോ മൊട്ടിലും, ഓരോ ഇലയിലും. ദൈവമേ, എനിക്ക് കരച്ചിൽ വരുന്നു. നാരായണി, ചുവട്ടിലെ കെട്ടഴിക്കരുത്. ഒരു കുഴി കുഴിച്ചിട്ട് അതിൽ ഈശ്വരനെ മനസ്സിൽ വിചാരിച്ച് നടണം. എന്നിട്ട് വെള്ളമൊഴിക്കണം. കേട്ടോ? കേട്ടോ? കേട്ടു. എന്നാ ഇതാ വരുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ കോപ്പുകൈ.